ഒരു തിരിച്ചുവരവ് സാധിക്കാത്ത മണ്ഡലമൊന്നുമല്ല പാലക്കാട്. ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. ഉറപ്പായിട്ടും അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 28 ആണെങ്കിൽ 35 സീറ്റോട് കൂടിയിട്ട് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അടുത്തുള്ള പഞ്ചായത്തുകളിലും ഭരണം പിടിക്കാനുള്ള ഒരു തുടക്കം ഞങ്ങൾ ഉടനെ തന്നെ ആവും. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അല്ല, അത് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. 2016 ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 40,000 വോട്ടാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയത്, ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000-അടുത്ത വോട്ടാണ്. ആ 40,000-അടുത്തുള്ള വോട്ടറിനെ ഞങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ പോലുള്ളൊരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ ഒരു പേഴ്സണൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 43,000 വോട്ട് കിട്ടി. അതിൽ ഒരു 3,000 വോട്ടിൻ്റെ കുറവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ കുറവ് വന്നത്? ഞങ്ങളുടെ ജനകീയ അടിത്തറ ഞങ്ങളുടെ വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 2 സീറ്റിലേക്ക് 84 ഒതുങ്ങിയ പാർട്ടിയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ. മാധ്യമങ്ങൾ പറയണത് കേട്ടാൽ BJPയുടെ സിറ്റിംഗ് സീറ്റിൽ BJP പരാജയപ്പെട്ട പോലെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 3 തവണ UDF ജയിച്ച ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പരാജയം എന്തോ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട പോലെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നും ഞങ്ങൾ നിരാശരാവില്ല. ഞങ്ങൾ തിരിച്ചടികളിൽ നിന്ന് അതിൽ പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് അങ്ങനെ വാര്യർ എഫക്റ്റൊന്നുമല്ല. അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ടുപോയോ? അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ BJPക്ക് ഒരു വോട്ട് കുറഞ്ഞു, വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തില്ല. അപ്പോൾ ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് ഇപ്പോൾ പോക്കറ്റ് നിറഞ്ഞു. ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോട്ടെ. മുനിസിപ്പൽ ഭരണത്തിൽ അതൃപ്തിയാണെങ്കിലും നഗരത്തിൽ വോട്ട് കുറയാൻ കാരണം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ശ്രീധരൻ സാർക്ക് കിട്ടിയ വോട്ടാണോ BJPയുടെ ബേസ് വോട്ട്? BJPയുടെ ബേസ് വോട്ട് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീധരൻ സാർക്ക് അന്ന് 34,000 വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തി മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന വോട്ട് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമോ? UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമോ? കിട്ടില്ലല്ലോ. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന വോട്ട് വേറൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകളുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ആ വോട്ടുകളാണ് ശ്രീധരൻ സാർക്ക് അധികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുന്ന കുടുംബങ്ങൾ അന്ന് പരസ്യമായിട്ട് ശ്രീധരൻ സാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലൊരു ഇത്രയും ബഹുമാന്യനായിട്ടുള്ള ഒരാൾ മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന, ഞാൻ കാലത്ത് പറഞ്ഞല്ലോ, ശ്രീധരൻ സാറുടെ അടുത്ത് നിൽക്കാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് മുഴുവൻ വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അത് തെറ്റാണ്. ഞാൻ അത് ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങളുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല.